ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എഡോബ് എനിമേറ്റ് CCയിൽ കാർട്ടൂൺ അനിമേഷനായിരുന്നു. അതിൽ നമ്മൾ കുറച്ച് ടൂൾസിനെ പറ്റി പഠിച്ച്. ഇന്ന് നമ്മൾ ലൈൻ ടൂളിനെ പറ്റി പഠിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഇമേജിനെ എങ്ങനെ ലൈൻ ടൂൾ വഴി സിമ്പിളായിട്ട് ട്രേസ് ചെയ്യാമെന്ന് ഇതുകൂടെ നമ്മൾ ഇന്ന് പഠിക്കാം. എന്നാൽ നമുക്ക് വീഡിയോ ആരംഭിക്കാം. എഡോബ് ഫോട്ടോഷോപ്പും ഇലിസ്ട്രേറ്ററും ഉപയോഗിച്ചിട്ടുള്ളവർക്ക് പെൻ ടൂളിനെ പറ്റി അറിയാം. പെൻ ടൂൾ വെച്ചും നമ്മൾ പിക്ചേഴ്സിനെയും ഇമേജിനെ നമ്മൾ ട്രേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ലൈൻ ടൂൾ വഴിച്ച് നമ്മൾ ഇന്ന് ട്രേസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന ലൈൻ ടൂൾ വെച്ച് നമുക്ക് എനിമേറ്റ് CC ഓപ്പൺ ചെയ്യാം. നമ്മൾ സ്റ്റാൻഡേർഡ് സൈസിൽ അത് സ്റ്റേജ് എടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യമേ ഏതെങ്കിലും ഒരു ഇമേജ് ഗൂഗിൾ വഴി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് നമ്മൾ സ്റ്റേജിലോട്ട് ഇടാം. അതിന് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ സൈസിന് അതിനെ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ എഡ്ജ് വലിക്കുവാണെങ്കിൽ അത് എല്ലായിടത്തും ഒരേപോലെ വളരും, എക്സ്പാൻഡ് ആവും. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് മാത്രമേ അത് അബ്നോർമലായിട്ട് വികൃതമായിട്ട് സൂം മാത്രമുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരേപോലെ എല്ലായിടത്തും ഒരേ സൈസിൽ ഒരേ കണക്കിന് നമ്മൾ വലുതാക്കാനും ചെറുതാക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് വലിക്കുക. പിന്നെ കൺട്രോൾ പ്ലസ് അടിക്കുമ്പം സൂം ആവും, നമ്മൾ ലാർജായിട്ട് കാണാം. കൺട്രോൾ മൈനസ് അടിക്കുവാണെങ്കിൽ അത് സൂം ഔട്ട് ആവും. നമ്മൾ ലൈൻ ടൂൾ എടുക്കുന്ന റൈറ്റ് സൈഡിനെ പ്രോപ്പർട്ടിയിൽ നമ്മൾ ലൈൻ ടൂളിനെ ഒരു എടുത്ത് കാണത്തക്ക ഒരു കളർ എടുക്കാം, റെഡ് എടുക്കാം. എന്നിട്ട് നമ്മൾ സിമ്പിളായിട്ട് അതിനെ വരയ്ക്കാം. എനിമേഷൻ പഠിക്കാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ഈ എനിമേറ്റ് CC സോഫ്റ്റ്വെയർ ഒന്നെങ്കിൽ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീ വെർഷൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. പുതിയൊരു ലെയർ എടുക്കാം. പുതിയൊരു ലെയറിൽ എടുത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ആ ലൈൻ ഡ്രോ ആവും. നമ്മളിപ്പോൾ സിമ്പിളായിട്ടൊരു സ്ട്രേറ്റ് ലൈൻ എടുത്ത് ഇനി ലൈൻ ടൂൾ വെച്ച് പെൻ ടൂൾ വെച്ചിട്ട് നമുക്ക് ഡ്രോ ചെയ്യാം. പക്ഷേ ലൈൻ ടൂൾ വെച്ചിട്ട് ഇന്ന് നിങ്ങൾ പഠിക്കും. ഇത് സിമ്പിളാണ്, നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ കർസറിനെ നമ്മൾ ആ ലൈൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പം തന്നെ അതിൽ ഒരു റേഡിയസോ അല്ലെങ്കിൽ ഒരു റൈറ്റ് എങ്കിൾ പോലെ ഒരു ചെറിയായിട്ട് കാണാം. റേഡിയസ് ആണെങ്കിൽ നമ്മളിങ്ങനെ വളഞ്ഞെടുത്തുള്ള ഷേപ്പ് നമ്മൾ എടുക്കാം. എങ്കിലാണെങ്കിൽ ആ പോയിൻ്റ് മാത്രം നമുക്ക് വലിഞ്ഞു കിട്ടും. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ ഈ കർസറിനെ ലൈനിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയാൽ ഉടൻ അതിൻ്റെ അടുത്തൊരു നമുക്കവിടെ ഒരു സിംബോൾ കാണാം. ഞാനിപ്പോൾ നേരെ ഓരോ ലൈൻ ഇടുന്നു. ഇതുണ്ടോ, ലൈനിൻ്റെ അടുത്തോട്ട് തന്നെ ഈ കർസർ പോകുമ്പം അവിടെ ഒരു റേഡിയസോ അല്ലെങ്കിൽ ഇങ്ങനെ ആംഗിളായിട്ട് ഒരു ചിഹ്നം കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ പരമാവധി ഈ വീഡിയോ
ഷെയർ ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണണം. ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ എനിക്കും അതിൽ എന്തെങ്കിലും ഒരു ഗുണം കിട്ടണം. അതിനുവേണ്ടി നിങ്ങൾ പരമാവധി ഓൺലൈൻ തന്നെ നിങ്ങൾ കാണുക, ഡൗൺലോഡ് ചെയ്യാതെ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളതിനെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുമ്പം എനിക്ക് ഒരു പ്രോത്സാഹനം കിട്ടും. എനിക്കത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയും ഒരു പ്രചോദനമായിട്ട് മാറും. നമുക്ക് ഇത് സിമ്പിളായിട്ട് ഇതിവിടെ തുടങ്ങി നമുക്ക് അഡ്വാൻസ് ലെവൽ വരെ നമുക്ക് അനിമേഷൻ പഠിക്കാം. ബേസിക്കായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഓരോ ടൂൾസിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഓർക്കും ആദ്യമേ ഇങ്ങനെ സമയം കളയാറുണ്ട്. അത് സമയം കളയുന്ന കാര്യമല്ല. നമുക്കിത് പഠിക്കാൻ വേണ്ടി നമുക്ക് ബേസിക്കായിട്ട് കാര്യങ്ങൾ പഠിക്കണം. നമ്മൾ ഇപ്പം ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാനും തൊട്ട് നമ്മൾ ആനിമേഷൻ വരെ നമ്മൾ പഠിക്കും. നമ്മൾ പ്രൊഫഷണലായിട്ട് ഒരു ആനിമേറ്റർ ആകും. നിങ്ങൾക്കറിയാം, ആനിമേഷൻ നല്ലൊരു പ്രൊഫഷനാണ്. നമുക്ക് ഇതുകൊണ്ട് നല്ല ഇപ്പം ഫ്രീലാൻസറായിട്ടും നമുക്ക് കാർട്ടൂൺ ആനിമേറ്റ് ചെയ്യാൻ പറ്റും. യൂട്യൂബിൽ കിഡ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർട്ടൂൺ ചാനൽ ഉണ്ടാക്കി നമുക്ക് വരുമാനം ഉണ്ടാക്കാം. കണ്ണിന് വേണ്ടി നമ്മൾ ഓൾ ടൂളെടുത്ത് സ്ക്വയർ ടൂളിനടുത്ത് അതിനെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ടൂൾ കിട്ടും. അതിനടുത്ത് നമ്മൾ ഒരു ഓൽ വരച്ച് പിന്നെ നമ്മൾ ഫ്രീ ട്രാൻസ്ഫോം ടൂൾ വെച്ചിട്ട് നമ്മൾ അതിനെ ട്രാൻസ്ഫോം ചെയ്ത് ഒന്ന് ചരിച്ചെടുത്ത് നമ്മളതിനെ വലുതാക്കി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അടിയിലുള്ള ആ ഇമേജിൻ്റെ ആ സൈസിൽ വെച്ചിട്ട് നമ്മളതിനെ ഒന്ന് ചെയ്യുക. പിന്നെ അകത്ത് നമ്മൾ ലെയർ എപ്പോഴും ശ്രദ്ധിക്കണം. ലെയർ നമ്മൾ എടുത്തിരിക്കുന്ന ലെയറിൽ തന്നെ കണ്ണിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ലെയർ എടുത്ത് ചെയ്യുവാണെങ്കിൽ നമുക്കതിനെ ഇതിപ്പം ലെഫ്റ്റ് സൈഡിലെ കണ്ണാണെങ്കിൽ റൈറ്റിലോട്ടാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആക്കി നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. കണ്ണിൻ്റെ അകത്തെ വളയത്തിനെ നമ്മൾ എടുത്ത് ഓലാക്കി എന്നിട്ട് കൺട്രോൾ ഡി ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ട്. അതിനെ മൊത്തത്തിൽ നമ്മൾ സെലക്ട് ചെയ്ത് ഈ ഭാഗത്തെ കണ്ണിലോട്ട് വെച്ച് എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്തിട്ട് നമ്മൾ ഫ്ലിപ്പ് ഹൊറിസൻ്റലി മ്പോഴത്തേക്ക് അത് കണ്ണിൻ്റെ അതേ രൂപത്തിൽ അത് മറ്റേ കണ്ണും റെഡി ആയിട്ടുണ്ട്. പിന്നെ പിരിവും വരയ്ക്കാൻ വരുമ്പം അങ്ങനെ ലൈൻ സിമ്പിളായിട്ട് നമ്മളതിനെ പൊക്കി കഴിയുമ്പോഴത്തേക്ക് അതിന് ആ റേഡിയസ് കിട്ടും. വളരെ എളുപ്പത്തിൽ എന്നിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ഇമേജിനെ ട്രേസ് ചെയ്യാൻ പറ്റും ലൈൻ ടൂൾ വഴി. ഇത് ഇച്ചിരി കൂടിപ്പോയി. അതിനെ തന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡിലീറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തത് നമുക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഉണ്ടോ ഫ്രണ്ട്സ്, എന്ത് സിമ്പിളായിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നത്.
ഇന്ന് ചെറിയ ചെറിയ അനിമേഷൻ, കാർട്ടൂൺ ഇതൊക്കെ അനിമേറ്റ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ ചാനലുണ്ടാക്കി നമുക്ക് ഇന്ന് വളരെയധികം സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഓരോ നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മളെ കാണിപ്പിക്കാൻ സാധിക്കുന്ന ഒന്ന് കാലഘട്ടമാണ്. നമുക്ക് അനിമേഷൻ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന ക്യാരക്ടർ വഴി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കാനും നമ്മുടെ ഭാവനകളെ എക്സ്പ്രസ് ചെയ്യാനും കാട്ടും നല്ലൊരു വഴിയാണ്. അതുകൊണ്ട് നമുക്ക് അനിമേഷൻ പഠിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിങ്ങും പിന്നെ വലിയ ഗുണകരമായിട്ടുള്ള ഒരു സ്കില്ലാണ്. ഞാൻ ഇതിപ്പം ഫാസ്റ്റിൽ വിടുക, നിങ്ങളിത് ചെയ്ത് നോക്കുക. നിങ്ങൾ പരമാവധി എപ്പോഴും കുറേ പ്രാക്ടീസ് ചെയ്യുക, എന്നാലേ നിങ്ങളുടെ കൈ കറക്റ്റായിട്ട് നമ്മളിപ്പം കണ്ട് മനസ്സിലാക്കും, പക്ഷെ അത് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നും. അതുകൊണ്ട് നമ്മൾ അതിന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പം എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. കണ്ടോ ഫ്രണ്ട്സ്, എന്ത് എളുപ്പമാണ്. നമ്മൾ തുടക്കത്തിൽ ടൂൾസിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബോറടിക്കും. നമുക്ക് തോന്നും ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് ചെയ്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്, പിന്നെ എന്തിനാ ഇങ്ങനെ വെറുതെ സമയം കളയുന്നതിന്. പക്ഷേ അല്ല, നമ്മളിതിനെ ക്ഷമയോടെ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് ടൂൾസിൽ എല്ലാ ടൂൾസിലും നമ്മൾ വിദഗ്ധരാണ്. എന്നാലേ നമ്മൾ നല്ലൊരു അനിമേറ്റർ, അല്ലെങ്കിൽ ഓരോ ടൂൾസിൻ്റെ കാര്യം അന്നേരം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നോക്കി റെഫറൻസ് നോക്കി ഈ ടൂൾസ് എന്താവശ്യം, എന്തിനു വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ ആ വർക്കിൻ്റെ ഫ്ലോ കുറയും, നമ്മുടെ സമയങ്ങളും ആവശ്യമില്ലാതെ നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ പരമാവധി ടൂൾസിനെ കൈകാര്യം ചെയ്ത് നമ്മൾ പഠിക്കുക. ഏത് ഇമേജിനെ വേണമെങ്കിലും നമുക്കൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് എവിടെ നിന്നും കോപ്പിറൈറ്റോ ഉള്ളതോ ഏതായാലും ഒരു ഇമേജിനെ നമ്മളോട് എടുത്തിട്ട് അതിനെ നമ്മൾ മൊത്തത്തിൽ ഉപയോഗിക്കുമല്ലോ, നമ്മൾ അതിനെ ട്രേസ് ചെയ്തിട്ട് നമ്മളതിനെ നമ്മുടെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ പിന്നെയും ആവശ്യപ്പെടുന്നത്, നിങ്ങൾ പരമാവധി പ്രാക്ടീസ് ചെയ്യുക. കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ ഇമേജിനെയും നമ്മൾ ഓരോ ടൂൾസ് വഴി ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ കൈക്ക് നല്ല വഴക്കം കിട്ടുന്ന രീതിയിൽ നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്യുക. കണ്ടോ ഫ്രണ്ട്സ്, നമ്മളിപ്പം എല്ലാം ഒരു ഇമേജിനെ നമ്മൾ ഈ കളർ എടുത്ത് ട്രേസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ എടുത്ത് കാണാൻ സാധിക്കുന്ന ഇങ്ങനെ നിങ്ങൾ ആ ലെയറിനെ നമ്മളതിനെ ഹൈഡ് ചെയ്യുമ്പം ഇതുണ്ടോ, നമ്മൾ ട്രേസ് ചെയ്ത ഇമേജ് നമുക്ക് കാണാം. സിമ്പിളായിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റി. ഇങ്ങനെ നമ്മൾ
ഓരോ ടൂൾസിനെ പറ്റി മുമ്പിലോട്ട് പഠിച്ചുകൊണ്ടിരിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.